Welcome dear students, welcome to my video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് ഇമാജിനറി ലൈൻസ്. They are starting from positive charge and they are ending or terminating in negative charge. ജസ്റ്റ് ലൈക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നിങ്ങൾക്കറിയാം, ഒരു കാന്തം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാന്തത്തിൻ്റെ എൻഡിൽ പച്ചിരുമ്പിൻ്റെ പൊടികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കാന്തത്തിൻ്റെ എൻഡിൽ നിന്ന് ഫീൽഡ് ലൈൻസ് വരുന്നത് കൊണ്ടാണ്. ചെറിയ ക്ലാസ്സിൽ അങ്ങനെ പരീക്ഷണം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് നോക്കാം. ആദ്യം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും കാണിച്ചിട്ടുണ്ട്. ഫീൽഡ് ലൈൻസ് ആൾവേസ് ഒറിജിനേറ്റിംഗ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റിംഗ് ഇൻ നെഗറ്റീവ് ചാർജ്. എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുകയും നെഗറ്റീവ് ചാർജിൽ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഫീൽഡ് ലൈൻസ്. അത് പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇത് നെഗറ്റീവിൽ, പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യും. അതേപോലെ ഇവിടെയും വരയ്ക്കാം. പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഫീൽഡ് ലൈൻസ് നെഗറ്റീവിൽ വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ആരോ മാർക്ക് അതിലേക്ക് വരുന്നതായിട്ട് കാണിക്കണം. ടെർമിനേറ്റ്സ് ഇൻ നെഗറ്റീവ് ചാർജ്. പോസിറ്റീവിൽ നിന്ന് പോകുന്നത് കാണിക്കുക. ഇതെപ്പോഴും പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യുന്നവയാണ്, ഒരിക്കലും തിരിച്ച് വരുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർവിൻ്റെ ഒരു പ്രധാന പ്രത്യേകത, ഇത് ഡിസ്കണ്ടിന്യൂസ് കർവായിരിക്കും. ഡിസ്കണ്ടിന്യൂസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഡിസ്കണ്ടിന്യൂസ് കർവ്. ഇറ്റ് ആൾവേസ് ഒറിജിനേറ്റ്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഇൻ നെഗറ്റീവ് ചാർജ്. നെവർ റിട്ടേൺസ് ബാക്ക്. ഓക്കെ. അപ്പോൾ പോസിറ്റീവ് ചാർജിൽ നിന്നുള്ള ഇത് മാത്രം, ഒരു പോസിറ്റീവ് ചാർജ് മാത്രമാണ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് എന്നെടുത്തിട്ട് നമ്മൾ ഓക്കെ, ഇത് പോസിറ്റീവ് ചാർജിൽ നിന്ന് മാത്രമുള്ളതാണ്. ഇത് ഒരു ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് ടെർമിനേറ്റ് ചെയ്യുന്നു. ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ്. ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല. ഓക്കെ, ദിസ് ഈസ് ആൾവേസ് ചാർജ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കൊടുക്കാം. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 0 എന്ന് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ലെസ് ദാൻ 0. ഇത് 0യേക്കാൾ ചെറുതാണ്. നെഗറ്റീവ് ആയതുകൊണ്ട് 0യേക്കാൾ ചെറുതെന്നാണ് പറയുന്നത്. ഇനി അപ്പോൾ ഇത് നമ്മളെങ്ങനെ ആയിരിക്കും, ഈ രണ്ട് ചാർജ്, ഇത് Q1 എന്നും ഇത് Q2 എന്നും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയേണ്ടത് Q1 × Q2. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും. സോ ലെസ് ദാൻ 0. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ. ഇനി പോസിറ്റീവും വരയ്ക്കുമ്പോൾ നമ്മളെങ്ങനെ ആയിരിക്കും വരയ്ക്കേണ്ടത്? പോസിറ്റീവും വരയ്ക്കുന്നു. അപ്പോൾ എങ്ങനെ വരയ്ക്കണം? പോസിറ്റീവ് അല്ലേ? അപ്പോൾ ഇതെപ്പോഴും ആരോ മാർഗ്ഗ തിരിച്ചാണ്. ഇതെപ്പോഴും റിപ്പൽ ചെയ്യും അല്ലേ? റിപ്പൽ ചെയ്യുമ്പോൾ ഇതിനിടയിൽ ഒരു ലാറ്ററൽ പ്രഷർ എക്സർട്ട് ചെയ്യപ്പെടും ഫീൽഡ് ലൈൻസിനിടയിൽ. ഇവിടെ ഒരു ലാറ്ററൽ പ്രഷർ വരും, ഇത് അടുക്കത്തില്ല. സോ ലാറ്ററൽ പ്രഷർ എക്സർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് അടുക്കത്തില്ല. ഇവിടെ അങ്ങനെ നമുക്ക് ഒരുപാട് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരയ്ക്കാം. ഇത് രണ്ട് പോസിറ്റീവും ചേർന്നിരിക്കുന്നതാണ്.
ഓക്കെ. അപ്പോൾ ഇവിടെ ആകുമ്പോഴോ Q1 ഇൻറ്റു Q2 അല്ലേ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവ് തന്നെ കിട്ടും. ഇതേപോലെ നെഗറ്റീവും നെഗറ്റീവും നമുക്ക് വരയ്ക്കാം. ആരോ മാർക്ക് തിരിച്ചു കൊടുത്താൽ മതി. അവിടെ Q1 ഇൻറ്റു Q2 ലെസ് ദാൻ 0 എന്ന് കൊടുക്കണം. പിടി കിട്ടിയോ? ഓക്കെ. അപ്പോൾ വാട്ട് ആർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ദീസ് ആർ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ദീസ് ആർ ഇമാജിനറി ലൈൻസ്. ഇമാജിനറി ലൈൻസ് അല്ലേ, ഇമാജിനറി ലൈൻസ്. ഇവയുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ചാർജ്. സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ends in നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നു. ഓക്കെ, നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ഫീൽഡ് ലൈൻ പരിശോധിക്കുക. സി ഐ ആം ടേക്കിംഗ് എ test charge here, or I am placing a test charge here, and when the test charge is placed here, it will be repelled by this charge. അല്ലേ, ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ പോസിറ്റീവ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് +1 കൂളം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിപ്പൽഡ്. ഏത് ഡയറക്ഷനിൽ റിപ്പൽ ചെയ്യപ്പെടും? ഇങ്ങനെ ആയിരിക്കും റിപ്പൽ ചെയ്യപ്പെടുന്നത്. കണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ആ ചാർജിന് ലഭിക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ഇങ്ങോട്ടായിരിക്കും ഫോഴ്സ് ഈക്വൽ ടു QE അല്ലേ. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ഇവിടെ. ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇമാജിനറി ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ ആകാം, ഇറ്റ് മേ ബി സ്ട്രെയിറ്റ് ലൈൻ ഓർ കർവ്ഡ്. അപ്പോൾ ഇതിന് ഡെഫിനിഷൻ പറയുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഈ പോയിന്റിൽ ഒരു ടെസ്റ്റ് ചാർജ് വയ്ക്കുമ്പോൾ ആ ടെസ്റ്റ് ചാർജിന് ലഭിക്കുന്ന റിപ്പൽഷൻ ഈ ഡയറക്ഷനിലായിരിക്കും. ഇനി അത് ഇവിടെയാണെങ്കിൽ ടെസ്റ്റ് ചാർജിന് ലഭിക്കുന്ന റിപ്പൽഷൻ ഈ ഡയറക്ഷനിലായിരിക്കും, എന്ന് പറഞ്ഞാൽ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ഇവിടെയാണെങ്കിലോ ഒരു പോയിന്റ് സങ്കല്പിച്ച് അവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ടാൻജൻറ്റ് ഇങ്ങനെ ആയിരിക്കും വരയ്ക്കേണ്ടത് അല്ലേ, ടാൻജൻറ്റ്. അപ്പോൾ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ഇവിടെയാണെങ്കിലോ ഇങ്ങനെ അല്ലേ, ടാൻജൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും അവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അല്ലെങ്കിൽ ഈ പോയിന്റിൽ എല്ലാ പോയിന്റിലും ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനിലാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. സോ ഫീൽഡ് ലൈൻസ് ആർ ദി ഇമാജിനറി ലൈൻസ്, സ്ട്രൈറ്റ് ഓർ കർവ്. ദി ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ്, if you draw a tangent at any point, then that tangent will give you the direction of force at that point. The direction of force അല്ലെങ്കിൽ the direction of intensity at that point. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ 2 തവണ പറഞ്ഞു അല്ലേ. സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ് ചാർജ്, ഇതെല്ലാം പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രധാന ഒരു പ്രോപ്പർട്ടി, വേറൊരു പ്രോപ്പർട്ടി പറയുന്നത്, ഇപ്പോൾ ഇതൊരു സർഫസ് ആണെങ്കിൽ ഈ സർഫസിൽ ചാർജസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. സർഫസിൽ ചാർജസ് ഉണ്ട്, എല്ലാ സ്ഥലത്തും ചാർജസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സർഫസിൽ എപ്പോഴും ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഫീൽഡ് ലൈൻസ് എമിറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പറഞ്ഞാൽ ഞാനിവിടെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ, സർഫസിലൊരു ടാൻജൻറ്റ് വരച്ചാൽ എപ്പോഴും ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതിപ്പോൾ എവിടെ ആയാലും അങ്ങനെയാണ്, ഈ സർഫസിലായാലും അങ്ങനെയാണ്. ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സർഫസിൽ ഞാൻ ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരച്ചാൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി പറയാം, ഓൾവേസ് ദി ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദി സർഫസസ്. ഫീൽഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ദി സർഫസസ്. ഓക്കെ,
ഒരു പക്ഷേ അപ്പോൾ ഈ സർഫസിന് എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഏതൊരു ചാർജഡ് സർഫസിനും പെർപെൻഡിക്കുലർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അപ്പം ഞാനിവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. ഇത് ഫീൽഡ് ലൈനാണ്. അപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ അത് ഇങ്ങോട്ടായിരിക്കും പോകുന്നത് അല്ലേ? ഇറ്റ് വിൽ ബി റിപ്പൽഡ്. സോ ഇതാണ് ശരിക്കും ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ലേ? ഈ പോയിന്റിലുള്ള ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അവിടെയാണ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ. ഇതാണ്. സപ്പോസ് ഇൻറ്റൻസിറ്റി ഈ ഡയറക്ഷനിലാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, അങ്ങോട്ടല്ല, ഞാൻ പറഞ്ഞതാണ്. ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ സർഫസുമായി തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇതാണ് ഇൻറ്റൻസിറ്റി എങ്കിൽ ഇതിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം. ഒന്ന് ഇങ്ങോട്ട് ഈ കോസ് തീറ്റ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഈസ് ഈ സൈൻ തീറ്റ. അതെപ്പോഴാണ് അങ്ങനെ വരുന്നത്? ഇഫ് ദി ഇൻറ്റൻസിറ്റി ഈസ് നോട്ട് പെർപെൻഡിക്കുലർ അല്ല എങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യും അല്ലേ? ബട്ട് നമുക്കറിയാം ഇവിടെ ഒരു ചാർജ് വെച്ചാൽ അതിനൊരിക്കലും ഈ ഡയറക്ഷനിൽ മൂവ്മെൻ്റ് ഇല്ല അല്ലേ? ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പോണൻറ്റ് എപ്പോഴും വാനിഷ് ചെയ്യപ്പെടും. ഈ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കോസ് തീറ്റ 0 ആയിരിക്കും. ഈ കോസ് തീറ്റ 0 ആയിരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഇൻറ്റൻസിറ്റി ഉണ്ട്. സോ ഈ നോട്ട് ഈക്വൽ ടു 0. പിന്നെ ഏതായിരിക്കും 0? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 0. കോസ് തീറ്റ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഈ ഒരു പ്രൂഫിൽ നിന്ന് എപ്പോഴും മനസ്സിലാക്കാം തീറ്റ 90 ഡിഗ്രി ആവണം. തീറ്റ 90 ഡിഗ്രി ആവണമെങ്കിൽ ദിസ് ആംഗിൾ ഷുഡ് ബി ലൈക്ക് ദിസ്. ഇത്രയും വരണം അല്ലേ? ഇവിടെ നിന്ന് ഇത്രയും വരണം, എന്നാലേ തീറ്റ 90 ഡിഗ്രി ആവത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു എ ഗിവൺ സർഫസ്. അങ്ങനെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ സാധാരണ വരാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് അസ്യൂമിങ് ദാറ്റ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഈസ് നോട്ട് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കുന്നു. ദെൻ ഇറ്റ് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു 2 ഡയറക്ഷൻസ്, ഈ കോസ് തീറ്റ ആൻഡ് ഈ സൈൻ തീറ്റ. ബട്ട് ദർ ഈസ് നോ component of or the no component of electric intensity in the horizontal direction, or if a charge is placed here it will not move in horizontal direction അല്ലേ? If a charge is placed here it will not move in the horizontal direction, so that e cos theta vanishes, e cos theta equal to 0, which means that theta is equal to 90 degree because e not equal to 0. അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഫീൽഡ് ലൈൻസ് ആർ ആൾവേസ് പെർപെൻഡിക്കുലർ. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാം. അതും ഇതേപോലെ തന്നെ പറയാൻ പറ്റുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. എന്തുകൊണ്ടാണ് ഫീൽഡ് ലൈൻസ് പരസ്പരം ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത്? ദെൻ ഇഫ് യു പ്ലേസ് എ charge here, it will go only in one direction. അതായത് ഇവിടെ ഞാനൊരു പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ ഞാൻ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈനിന് ഇങ്ങനെ ടാൻജൻറ്റും വരയ്ക്കാം, ഈ ഒരു ഫീൽഡ് ലൈനിന് ഇങ്ങനെയും ടാൻജൻറ്റ് വരയ്ക്കാം അല്ലേ? there are 2 tangents, we can draw 2 tangents and these 2 tangents give the direction of force അല്ലേ? അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഇൻറ്റൻസിറ്റി എഫ് ഈക്വൽ ടു ക്യു ഇ. ഈ 2 ടാൻജൻറ്റും തരുന്നതാണ്. ബട്ട് അറ്റ് എ പോയിൻ്റ് ദർ ഈസ് ഓൺലി 1 ഫോഴ്സ് അല്ലേ? ഒരു പോയിന്റിൽ ഒരു ഫോഴ്സ് മാത്രമേ കാണത്തുള്ളൂ. ഒരു പോയിന്റിൽ ഒരു ഡയറക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. ഒരു പോയിന്റിൽ ഒരു ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് മാത്രമേ കാണത്തുള്ളൂ. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് ഇതൊരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ and field lines are always perpendicular to a surface. പിന്നെ മറ്റ് പ്രോപ്പർട്ടീസ് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ,
സോ ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ചു വച്ചിരിക്കണം. റെഡി? ബൈ, സീ യു.